ഹായ് കൂട്ടുകാരി, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലി ആനുവൽ എക്സാമിൻ്റെ മോഡൽ ചോദ്യപേപ്പർ നോക്കിയാലോ? വായിക്കാം എഴുതാം മഴയെത്തും മുമ്പേ. മഴക്കാലത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളെല്ലാം കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ്. അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. സ്നേഹം കൂടുമ്പോൾ ഞങ്ങളതിനെ ഇഷ്ടമുടിക്കായലെന്നും വിളിച്ചിരുന്നു. ആകാശത്തിൽ കാർമേഘം മൂടി നിറയുമ്പോൾ തന്നെ മഴയുടെ വരവ് കാണാൻ ഞങ്ങൾ കുട്ടികൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കും. ആദ്യം മഴ പെയ്തു തുടങ്ങുന്നത് അക്കരക്കാണ്. തെങ്ങോലയുടെ പച്ചപ്പു നിറഞ്ഞ അക്കരയിൽ തുടങ്ങുന്ന മഴ പെട്ടെന്ന് കായലിലേക്ക് പടരും. മഴത്തുള്ളി വീണുകൊണ്ടിരിക്കുന്ന കായലും മഴയുടെ മൂടുപടമിട്ട് മങ്ങിയ അക്കരയും ഒരിക്കലും മറക്കാത്ത കാഴ്ചകളാണ്. ക്രമേണ മഴ ഇക്കരയിലേക്ക് പെയ്തുവരും. ദൃശ്യവിസ്മയം തീർക്കുന്ന മഴയ്ക്ക് ഒരു സംഗീതമുണ്ട്. ആരവത്തോടെയാണ് മഴ ഇക്കരയിലേക്ക് വരുന്നത്. അപ്പോഴേക്കും മഴ വരുന്നേ എന്ന് ആഹ്ലാദത്തോടെ കൂവി വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറും. ഞങ്ങളുടെ വിളി കേട്ടാണ് അമ്മമാർ മുറ്റത്ത് ഉണങ്ങാനിട്ട തുണി പൊറുക്കാനും വിറകെടുക്കാനും പായുന്നത്. മഴയത്തെ കുളി മറക്കാനാവാത്ത മറ്റൊരു അനുഭവമാണ്. ഡോക്ടർ M.R. തമ്പാൻ. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ലേഖകൻ ജനിച്ചതും വളർന്നതും എവിടെയാണ്? അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് ലേഖകൻ ജനിച്ചത്, അല്ലേ? അടുത്ത ചോദ്യം, കുട്ടികൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത് എന്തിനായിരുന്നു? കായൽ കാണാൻ, മഴയുടെ വരവ് കാണാൻ, ആകാശം കാണാൻ. അപ്പം എന്തായിരിക്കും? മഴയുടെ വരവ് കാണാൻ. അടുത്ത ചോദ്യം, മഴ വന്നേ എന്ന് വിളിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ എന്തായിരിക്കും? ആഹ്ലാദം, നിരാശ, മയക്കം. അപ്പം എന്തായിരിക്കും? ആഹ്ലാദം. അടുത്ത ചോദ്യം, മഴയോടൊപ്പം മറക്കാനാവാത്ത മറ്റൊരു അനുഭവം? മഴയത്തെ കുളി, മഴയത്തെ കാറ്റ്, മഴയത്തെ സംഗീതം. എന്തായിരിക്കും മക്കളെ? മഴയത്തെ സംഗീതം, അല്ലേ? അടുത്തത്, എഴുത്തുകാരന് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയത്? കുട്ടിക്കാല അനുഭവങ്ങൾ, ഉണങ്ങാനിട്ട തുണിയെടുക്കുന്നത്, വിറക് പെറുക്കുന്നത്. അപ്പം എന്തായിരിക്കും? കുട്ടിക്കാല അനുഭവങ്ങൾ. അടുത്ത പ്രവർത്തനം നിവേദനം. കിളിപ്പുഴയിൽ മണൽവാരൽ രൂക്ഷമാകുന്നു. ഈ വിവരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് നിവേദനം തയ്യാറാക്കുക. ആദ്യം പ്രേക്ഷകൻ രാഖി ബാബു, നെടുമങ്ങാട്, തിരുവനന്തപുരം. അടുത്തത് സ്വീകർത്താവ് ജില്ലാ കളക്ടർ, തിരുവനന്തപുരം. വിഷയം മണൽവാരൽ സംബന്ധിച്ച്. സാർ, കിളിപ്പുഴയുടെ തീരത്തുള്ള ചോണാർ തുരുത്തിലാണ് എൻ്റെ വീട്. പുഴയിൽ നിന്നാണ് തുരുത്തിലേക്ക് ആവശ്യമായ ജലം ശേഖരിക്കുന്നതും കൃഷിക്ക് ഉപയോഗിക്കുന്നതും. അനധികൃതമായി മണൽ വാരുന്നത് മൂലം പുഴയിൽ ജലനിരപ്പ് താഴുകയും ജലക്ഷാമം രൂക്ഷമാകുകയും ചെയ്യുന്നു. പുഴയിൽ പല സ്ഥലങ്ങളിലും അപകടകരമായ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. ഈ വിവരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ കത്ത്. പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്ഥലം, തീയതി, വിശ്വസ്തയോടെ, പേര്, ഒപ്പ്. അടുത്തത് ഉപന്യാസം തയ്യാറാക്കുക. നദികളും ജലാശയങ്ങളും വറ്റി വരളുകയാണിന്ന്. വറ്റുന്ന ജലസ്രോതസ്സുകൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. വറ്റുന്ന ജലസ്രോതസ്സുകൾ. കേരളത്തിന് 2 മഴക്കാലമുണ്ട്, കാലവർഷവും ഇടവപ്പാതിയും. 44 നദികളുണ്ട് നമുക്ക്. കുളങ്ങളും കിണറുകളും തടാകങ്ങളും കായലുകളുമെല്ലാം ഉണ്ട്. പക്ഷേ കുടിവെള്ളത്തിന് പോലും മനുഷ്യൻ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണിത്? മനുഷ്യന്റെ അതിമോഹമാണ് എല്ലാ ദുരിതങ്ങളും വരുത്തിവെച്ചത്. മരങ്ങൾ വലിയ തോതിൽ മുറിച്ചു മാറ്റി. ഫലമോ ഭൂമിയിലേക്ക് വെള്ളം കിനിഞ്ഞിറങ്ങാൻ സഹായിച്ചിരുന്ന ഭൂമിയുടെ ആവരണം നഷ്ടമായി. പുല്ലും വേരുപടലവും വരെ കരിഞ്ഞു. മേൽമണ്ണാകെ ഒലിച്ചുപോയി. ഭൂമിയിൽ വെള്ളം താഴാതെയായി. മഴവെള്ളമെല്ലാം മണ്ണിലേക്ക് ഇറങ്ങാതെ ഒഴുകിപ്പോയി. ഉറവകൾ വറ്റി. മണൽവാരൽ മൂലം നദിയുടെ ആഴം കൂടി. നദീതീരങ്ങളിലെ ജലാശയങ്ങളിലേക്കുള്ള ഉറവകൾ ഇല്ലാതായി. നദികളിൽ അധിക ഭാഗവും വെള്ളമില്ലാത്ത ഭൂമിയായി. മാലിന്യങ്ങൾ മുഴുവൻ നദിയിലേക്ക് ഒഴുക്കിയുള്ള ജലവും വിഷയമാക്കി. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായില്ലെങ്കിൽ ദാഹജലം പോലും കിട്ടാതെ ജീവികൾ മരിക്കുന്ന കാലം വിദൂരമല്ല. മനുഷ്യൻ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കണം. മഴവെള്ളം പരമാവധി സംഭരിക്കാനും ശേഷിച്ചത് ഭൂമിയിൽ താഴാനും സൗകര്യം ഉണ്ടാക്കണം. ജലമലിനീകരണം തടയണം. വനങ്ങൾ സംരക്ഷിക്കണം.
കുന്നുകൾ നിരത്തുന്നത് തടയണം. പാടങ്ങളിൽ നെൽകൃഷി നടത്തണം. ഇങ്ങനെ നമ്മുടെ നാടിനെ വരൾച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ഒത്തൊരുമിച്ചു ശ്രമിക്കണം. അടുത്തത്, ആകാശത്തെത്തിയ പട്ടം പറഞ്ഞ വിശേഷങ്ങൾ എന്തൊക്കെയാവാം? സങ്കല്പിച്ച് എഴുതൂ. അപ്പൊ എന്തൊക്കെയായിരിക്കും പട്ടം പറഞ്ഞിട്ടുണ്ടാവുക മക്കളെ? നല്ല രസമായിരുന്നു ആകാശത്ത് പാറി പറക്കാൻ. എന്റെ പറക്കൽ ആകാശം വാത്സല്യത്തോട് നോക്കുന്നത് കണ്ടു. താഴെ നിന്ന് ഭൂമിയാകുന്ന അമ്മയും നോക്കുന്നുണ്ടായിരുന്നു. ലോകം ഒരു കുട പോലെ താഴെ കാണാമായിരുന്നു. മേഘങ്ങളുടെ അടുത്ത് മറ്റൊരു മേഘമായി ഒഴുകി പറക്കുന്ന അനുഭവം. നല്ല കാറ്റും ഉണ്ടായിരുന്നു. പക്ഷികളോടൊപ്പം കുറെ നേരം പാറി നടന്നു. പക്ഷികളൊക്കെ കരുതിയത് ഞാനും ഒരു പക്ഷിയാണെന്നാണ്. അടുത്ത പ്രവർത്തനം, അടികൊണ്ട് ഞാൻ ഈങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മുഖം തിരിച്ച് ആ സ്നേഹഗംഭീരയും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. മകനെ തല്ലിയ ദിവസം അമ്മയുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? സങ്കല്പിച്ചെഴുതൂ. അപ്പൊ എന്തൊക്കെയായിരിക്കും മക്കളെ അമ്മയുടെ മനസ്സിലെ ചിന്തകൾ? പഠിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന മകനെ തല്ലേണ്ടി വന്ന അമ്മയാണ് ഞാൻ. എന്റെ നിസ്സഹായത ഞാൻ ആരോട് പറയും? പഠിക്കണമെന്നും വലിയ ആളാകണമെന്നും അമ്മയെ നല്ല രീതിയിൽ നോക്കണമെന്നും എല്ലാം അവന് ആഗ്രഹം കാണും. പക്ഷേ അച്ഛനില്ലാത്ത കുട്ടികളെ വളർത്താൻ ഞാൻ പെടാപ്പാട് പെടുന്നത് ആരറിയാൻ? കൂലിപ്പണി ചെയ്ത് മക്കൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. സ്കൂളിലെ ഫീസും കൂടി എങ്ങനെ എനിക്ക് താങ്ങാൻ പറ്റും? മക്കളെ ഒന്ന് സ്നേഹിക്കാനോ ലാളിക്കാനോ അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാനും പറ്റാത്ത അവസ്ഥയായി പോയല്ലോ എന്റേത്. അടുത്ത പ്രവർത്തനം, സംഭാഷണം തയ്യാറാക്കാം. ബേഷ്, അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി. അച്ഛൻ മോളോട് പറഞ്ഞതാണിത്. പിറ്റേന്ന് തൊടിയിലിറങ്ങിയ മകൾ പേരമരത്തോട് എന്തൊക്കെയാകും സംസാരിച്ചിരിക്കുക? പേരമരം പറഞ്ഞ മറുപടി എന്തൊക്കെയാകും? എഴുതുക. അപ്പൊ എന്തൊക്കെയായിരിക്കും മക്കളെ? മകൾ: നിന്റെ ശിഖരങ്ങളിലൊക്കെ നിറയെ കായ്കളുണ്ടല്ലോ. പേര: ആവശ്യത്തിന് മഴയും വെയിലും ഒക്കെ കിട്ടിയത് കൊണ്ട് ഇത്തവണ നന്നായി കായ്ച്ചു. മകൾ: അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം പോലെ കഴിക്കാം. പേരയ്ക്ക ആരോഗ്യത്തിന് ഏറെ നല്ലതാ. അണ്ണാനും കിളികൾക്കും ഞങ്ങൾക്കുമെല്ലാം വേണ്ടുവോളം കഴിക്കാനുള്ളതുണ്ട്. പേര: എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നതാ എനിക്കിഷ്ടം. അണ്ണാൻ ചില്ലകളിൽ കൂടി ഓടിച്ചാടി നടക്കുകയും കിളികൾ പേരക്ക പഴം കൊത്തിത്തിന്ന് സന്തോഷം കൊണ്ട് ചിലക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കും സന്തോഷമാകും. അടുത്ത പ്രവർത്തനം, കുറിപ്പ് തയ്യാറാക്കാം. അച്ഛനും അമ്മയും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയ ഒരു യാത്രക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല. അതിനാൽ അഖിലും അമ്മുവും വാശി പിടിച്ച് കരഞ്ഞില്ല. എങ്കിലും രണ്ടുപേർക്കും ഉള്ളിൽ നല്ല വേദനയുണ്ടായിരുന്നു. ഇതുപോലെ യാത്ര പോകാൻ ആഗ്രഹിച്ച് നടക്കാതിരുന്ന വേദനിപ്പിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? കുറിപ്പായി എഴുതൂ. നമുക്കൊരു മാതൃക നോക്കാം. മഴക്കാലമാകുമ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയാണ്. അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ എനിക്ക് ആഗ്രഹം തോന്നിയത്. അച്ഛൻ്റെ മൊബൈലിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ കുറേ വീഡിയോയും എടുത്തു കണ്ടു. മഴക്കാലമാകട്ടെ, പോകാം, അച്ഛൻ പറഞ്ഞു. മഴ തുടങ്ങുന്നതും കാത്ത് ഞാനിരുന്നു. പക്ഷേ ശക്തമായ മഴ പെയ്തു തുടങ്ങിയതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തി. വയനാട്ടിൽ ദുരന്തമുണ്ടായതോടെ യാത്രയും മുടങ്ങി. ഏറെ ആഗ്രഹിച്ചിരുന്ന യാത്ര മുടങ്ങിയപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി. എങ്കിലും വയനാടിനെ ഒന്നാകെ ഇല്ലാതാക്കിയ ദുരന്തത്തെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ ദുഃഖം എത്ര ചെറുതാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അടുത്ത പ്രവർത്തനം, ഭൂമി എല്ലാവരുടേതുമാണ് എന്ന സന്ദേശം ഉയർത്തി നടത്തുന്ന പരിസ്ഥിതി ബോധവൽക്കരണ ജാഥയിൽ ഉപയോഗിക്കുന്നതിനുള്ള സന്ദേശവാക്യങ്ങൾ, മുദ്രാഗീതങ്ങൾ എന്നിവ തയ്യാറാക്കൂ. അപ്പൊ എന്തൊക്കെയായിരിക്കും മക്കളെ? ഭൂമി മനുഷ്യന്റെയല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ്. വരുന്ന തലമുറയ്ക്കും അവകാശപ്പെട്ടതാണ് ഭൂമി. ഭൂമിയെ സംരക്ഷിക്കാം. മണ്ണും പുഴയും വായുവും മലിനമാക്കരുത്. അവ പ്രകൃതിയുടെ വരദാനങ്ങളാണ്. ഒരേയൊരു ഭൂമി നമുക്ക് കാക്കാം, ഭൂമിയെ. പ്രകൃതിയാണ് വരദാനം. പ്രകൃതിയെ സ്നേഹിക്കാം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം. മലയും പുഴയും മരങ്ങളും ചേർന്നതാണ് ഈ മനോഹര ഭൂമി. ഭൂമിയെ നമ്മൾ കാത്തെന്നാൽ ഇവിടെ ജീവിതം മനോഹരം.
ആനുവൽ എക്സാമിൻ്റെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളിന്ന് ചെയ്തു നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ നാളെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.